സച്ചേട്ടാ, ഇന്ദ്രനും അനുപമയും അടുത്ത മാസം ഡിവോഴ്സ് ആകുമെന്ന സുശീലേച്ചി പറയുന്നു. അല്ല, ഇന്ദ്രൻ മ്യൂച്വൽ ഡിവോഴ്സിന് തയ്യാറല്ലെന്നാണല്ലോ ഞാൻ കേട്ടത്. പക്ഷേ അവള് നിർബന്ധം പിടിച്ചാൽ അവരെന്ത് ചെയ്യും സാറേ? അവളെന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. എന്റെ മോൻ അതുകൊണ്ട് നഷ്ടമൊന്നുമില്ല. അവൻ ഇനിയും നല്ല കുടുംബത്തിൽ പിറന്ന പെണ്ണിനെ തന്നെ കിട്ടും. ഞാനൊന്ന് വെറുതെ അന്വേഷിച്ചപ്പോ തന്നെ വലിയ വലിയ കാശുകാർ വരെ അവന് പെണ്ണിനെ കൊടുക്കാൻ തയ്യാറാ. അതെ. എന്നാലും സച്ചി സാറിനോടൊരു വാക്ക് ചോദിക്കേണ്ട കടമ എനിക്കില്ലേ? അല്ല, എന്നോടെന്ത് ചോദിക്കാനാ സുശീലേ? ഇന്ദ്രന്റെ അനുപമയുടെയും കല്യാണം ഞാൻ നടത്തി കൊടുത്തിട്ട് അത് നിലനിന്നില്ല. പിന്നെ എന്നോട് എന്ത് ചോദിക്കാനാ? അതല്ല സാറേ, സാറിന്റെ മകളിപ്പോ ഭർത്താവില്ലാതിരിക്കുന്നതിന്റെ കാരണം എന്റെ മകൻ സത്യനാ. അവനൊരു പൊട്ടനായിപ്പോയി. പക്ഷേ ഇന്ദ്രൻ അവനെ പോലെയല്ല, മിടുക്കനാ, കാര്യബോധ്യമുള്ളവനാ. ബിസിനസ്സിൽ ഇന്ദ്രനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. അപ്പൊ പിന്നെ ഒന്നുമില്ലാത്ത സത്യന് കൊടുക്കാൻ തീരുമാനിച്ച സാറിന്റെ മോളെ ഇന്ദ്രനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചുകൂടെ? സുശീലേ, മതി. ഇനി ഇതിനെക്കുറിച്ച് ഒരു വാക്ക് നീ മിണ്ടിയ. നീ ഇവിടെ വന്ന് കേറിയപ്പോ തന്നെ എന്തോ കൊനച്ചുകൊണ്ടാ വന്ന് കേറിയെന്ന് എനിക്ക് മനസ്സിലായായിരുന്നു. പക്ഷേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇതുപോലൊരു കാര്യം എന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി? അതാ എനിക്ക് മനസ്സിലാവാത്തത്. അല്ല സാറേ, ഞാനെന്തിനാ സാറേ എന്റെ മകന് വേണ്ടി നിങ്ങളുടെ മോളെ ചോദിക്കാൻ ഭയപ്പെടുന്നത്? അവൻ മൂകനും ബെദറിനും ഒന്നും അല്ലല്ലോ. നല്ല തണ്ടും തടിയുള്ള ഒരു ചെറുപ്പക്കാരനല്ലേ. അവൻ രണ്ടാം കെട്ടാണെങ്കി നിങ്ങളുടെ മകളും രണ്ടാം കെട്ടല്ലേ. പിന്നെ സത്തിനേക്കാൾ 3 വയസ്സ് മൂത്തതാ ഇന്ദ്രൻ. അതിന്റെ കരുത്തും പക്വതയും അവനുണ്ട്. നിങ്ങളുടെ മകളെ ആ ഡോക്ടർ പയ്യൻ വേണ്ടാന്ന് വെച്ചപ്പോ അവളെ സത്തിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാമോ എന്ന് ചോദിച്ച് സാറിന്റെ മുമ്പിൽ വന്നത് മറന്നിട്ടില്ലല്ലോ.